തൊഴിലുറപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യണ്ട അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് 6ാമത്തെ വീഡിയോ ചെയ്തത്. 6 വീഡിയോയും യൂട്യൂബിൻ്റെ സുഭാഷിതം ലിങ്കിൽ കിടപ്പുണ്ട്, ആർക്കും അത് കാണാം. പക്ഷേ ഇപ്പോൾ 7ാമതും വീഡിയോ ചെയ്യേണ്ടി വരുന്നത് വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽ ഇന്ന് ഉച്ചയ്ക്ക് പെട്ടതുകൊണ്ടാണ്. കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള അരിപ്പറമ്പ് പഞ്ചായത്ത് അടക്കം, ഞാൻ സ്പെസിഫിക്കായി പഞ്ചായത്ത് തന്നെ പറയുകയാണ്, ചേർത്തലയിലെ തെക്ക് ആലപ്പുഴ ചേർത്തലത്തെ അരിപ്പറമ്പ് പഞ്ചായത്തിലടക്കം ഉള്ള പഞ്ചായത്തുകളിൽ അവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉൾപ്പെടെ SC ST കാർ ജോലി ചെയ്യുന്നുണ്ട്. ST ജോലി ചെയ്യുന്നുണ്ട് ഒരു കൂട്ടം. ആലപ്പുഴയാണ്, ആലോചിച്ചോണം. നമുക്ക് വയനാടിലോ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ കോട്ടയം പാലക്കാടുള്ള കാടുകളിലല്ല ST ട്രൈബൽ ഊരുകളുള്ളത്. ആലപ്പുഴയിലെ ചേർത്തലയിലെ അരിപ്പറമ്പ് പഞ്ചായത്തിലും ഊരുകൂട്ടമുണ്ട്. അവിടുത്തെ ആളുകൾ ST ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് പല മെസ്സേജുകളും പലയിടത്തുനിന്നും, ഞാനിത് മെസ്സേജുകൾ വന്നത് പറയാത്ത, അതിൻ്റെ സോഴ്സ് ഇങ്ങനെ കൃത്യമായി പറയാത്തത്, പല പഞ്ചായത്തുകളിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അയച്ചു തരുന്ന സഹോദരിമാർ, അവരുടെ പ്രായം പോലും എനിക്കറിയില്ല. എനിക്ക് അവരയച്ചു തരുന്ന അമ്മമാർ, അവർ പറയുന്നൊരു ന്യായമെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേര് പറയരുത്, പഞ്ചായത്തിൻ്റെയോ ഞങ്ങളുടെ പേര് പറയരുതെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പല പഞ്ചായത്തുകൾ, പിന്നെ അരിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ പേര് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലും ഒരു കൂട്ടമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഏത് പഞ്ചായത്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് 2024 പൈസ, 50 ദിവസത്തോളമുള്ള പൈസ കൊടുക്കാൻ ഇപ്പോഴുമുണ്ട്. നിർഭാഗ്യവശാൽ പറയട്ടെ, ഇത് പോസിറ്റീവായിട്ട് നമുക്ക് സംസാരിക്കാം, നെഗറ്റീവല്ല. എല്ലാ പഞ്ചായത്തിലും SC ST പ്രൊമോട്ടർമാരുണ്ട്. സ്വാഭാവികമായിട്ട് SC ST പ്രൊമോട്ടർമാർ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അവരറിഞ്ഞിരിക്കേണ്ടതാണ്. അവർ അറിഞ്ഞിട്ടുണ്ടാവും, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കില്ല. അവർ അറിഞ്ഞാൽ അത് പഞ്ചായത്തിൽ അറിയിക്കേണ്ടതാണ്. അറിയിച്ചിട്ടുണ്ടാവാം, അറിയിച്ചിരിക്കാം. പഞ്ചായത്തിൽ അവർ ഓവർസിയറെയോ എഞ്ചിനീയറോ ആയിരിക്കും ചിലപ്പോൾ അറിയിച്ചിരിക്കുക. എഞ്ചിനീയർ ഓവർസിയറും ചിലപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അറിയിച്ചിരിക്കാം, അറിയിക്കാതിരിക്കാം. പഞ്ചായത്തിലെ ജോയിൻറ്റ് സെക്രട്ടറി അത് സെക്രട്ടറിയെ അറിയിക്കാം, അറിയിക്കാതിരിക്കാം. സെക്രട്ടറി അത് പഞ്ചായത്ത് സമിതിയോട് പറയാം, പ്രസിഡന്റിനോട് പറയുകയും പറയാതിരിക്കുകയും ചെയ്യാം. എന്തായാലും കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്ക് എവിടെയോ ബ്രേക്ക് ചെയ്തു. എവിടെ ബ്രേക്ക് ചെയ്താലും അത് സഹിക്കാവുന്നതല്ല. ദിസ് ഇസ് എ വെരി 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 സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസാണ്. ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞ വർഷത്തെ 1 വർഷം കഴിഞ്ഞിട്ടും ജോലി ചെയ്ത് തൊഴിലുറപ്പ് പോലുള്ളൊരു ജോലി 369 രൂപ ഒരു ദിവസം പോയി ജോലി ചെയ്യുമ്പോൾ അവർക്ക് 50 ദിവസത്തെ കൂലി കഴിഞ്ഞ വർഷത്തെ 1 വർഷത്തിന് മുമ്പേയുള്ള കിട്ടണമെങ്കിൽ ഇനിയുമുണ്ട് കഥ. ജോലി ചെയ്താൽ 14 ദിവസത്തിനകം ശമ്പളം കൊടുത്തില്ലെങ്കിൽ, കൂലി കൊടുത്തില്ലെങ്കിൽ അവർക്ക് പലിശ കൊടുക്കണം. അപ്പോൾ ഈ ST പലിശ കൊടുക്കുമോ? ST പലിശ കൊടുക്കുമോ? അപ്പോൾ 14 ദിവസത്തിനകത്ത് ചെയ്തില്ലെങ്കിൽ പലിശ കൊടുക്കണം. പൈസ കൊടുത്തില്ലെങ്കിൽ അവർക്ക് പലിശ കൊടുക്കുമോ? രണ്ടാമത്തെ ചോദ്യം, 100 ദിവസം ജോലി കൊടുത്തില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം. അരുണ റോയിയെ പോലുള്ള വളരെ മഹത് വ്യക്തിത്വങ്ങൾ രാപകലില്ലാതെ സ്വപ്നം കൊണ്ടുവന്ന പദ്ധതിയാണിത്. ഇത് കേന്ദ്ര ഗവൺമെന്റിനെ വലിയ സമ്മർദ്ദത്തിൽപ്പെടുത്തിയും ചർച്ചകളിലൂടെയും UP ഗവൺമെന്റിന്റെ കാലത്ത് വന്നൊരു പദ്ധതിയാണ്. തൊഴിൽ അവകാശമെന്നാണ്. ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്ത നിയമമാണിത്. ഇതൊരു സ്കീമല്ല, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മുകളിലിരുന്ന് ചെയ്യുന്നൊരു സ്കീമേ അല്ലത്. 2005 99 വന്നു. 2005 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ പാർലമെന്റ് ആക്ഷൻ അനുസരിച്ച് ഗ്യാരണ്ടി പ്രോഗ്രാമാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ്. അപ്പോൾ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഒരു വസ്തു നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനകത്ത് ചീത്തയായാൽ ഗ്യാരണ്ടി കൊണ്ട് മാറ്റി തരുമെന്ന് കേട്ടിട്ടില്ലേ? ഫാനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അതുപോലെ മിക്സിയൊക്കെ വാങ്ങിക്കും, അതുപോലെ ഗ്യാരണ്ടിയാണ്. എന്താ ഗ്യാരണ്ടി? 100 ദിവസം ജോലി കൊടുത്തോളാം, ഒന്നാമത്തെ ഗ്യാരണ്ടി. 100 ദിവസം ജോലി ചെയ്യുമ്പോൾ ദിവസം ചെയ്യുന്ന ജോലിയുടെ ഒരു ജോലി ചെയ്താൽ 14ാമത്തെ ദിവസം പൈസ ബാങ്കിൽ ഇട്ട് കൊടുത്തോളാം, അടുത്ത ഗ്യാരണ്ടി. മൂന്നാമത്തെ ഗ്യാരണ്ടി, നിങ്ങൾ 100 ദിവസം നിങ്ങൾക്ക് ജോലി തരാൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ല എങ്കിൽ അവിടെ ഞങ്ങൾ പകരം എന്ത് തരും? തൊഴിലില്ലായ്മ വേതനം തരും. 14 ദിവസത്തിനപ്പുറം 15ാമത്തെ ദിവസം ആയിപ്പോയാൽ, ഞങ്ങൾ പൈസ തരാനായിപ്പോയാൽ ഞങ്ങൾ പലിശ തരും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ആലപ്പുഴ ചേർത്തല തെക്ക് അരിപ്പറമ്പ് പഞ്ചായത്ത് മുതൽ
കേരളത്തിലെ 200-ഓളം 300-ഓളം പഞ്ചായത്തിൽ വരുന്ന ST വിഭാഗക്കാർക്ക് കിട്ടേണ്ട പൈസ കൊടുക്കാതിരുന്നിട്ട്, ഇനി SC-കാർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാതിരുന്നിട്ട്, ജനറൽ വിഭാഗത്തിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാതിരുന്നിട്ട്, എന്നെങ്കിലും 1 വർഷമോ 1.5 വർഷമോ 2 വർഷമോ കഴിഞ്ഞവരെ പൈസ കൊടുക്കുമ്പോൾ പലിശ കൊടുക്കുമോ? ഇതാണ് ഗൗരവമായ ചോദ്യം. ഇനി അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. ഇങ്ങനെ പലിശ കൊടുക്കാൻ പ്രൊവിഷനുണ്ട്, 100 ദിവസത്തെ ജോലിക്ക് പ്രൊവിഷനുണ്ട്, അതുപോലെ തന്നെ 14 ദിവസത്തിനു ശമ്പളം കിട്ടിയില്ലെങ്കിൽ, കൂലി കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, നിങ്ങൾക്ക് പലിശ തരും. ഈ 3 വിവരങ്ങളും അടിയന്തിരമായി, വളരെ അടിയന്തിരമായി, ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുകയാണ്, വളരെ അടിയന്തിരമായി കേരള സംസ്ഥാന സർക്കാരിൻ്റെ പഞ്ചായത്ത് വകുപ്പ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൻ്റെ മിഷൻ ഓഫീസ് പത്രപരസ്യം കൊടുക്കണം. അങ്ങനെ പത്രപരസ്യം കൊടുത്ത് ഇതാണ് നാഷണൽ ഗ്യാരണ്ടി എംപ്ലോയ്മെന്റ് റൂറൽ പ്രോഗ്രാം, ഇതിനകത്ത് ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന പ്രോജക്റ്റുകളുണ്ട്, അതും ഇവരുടെ അവകാശം എന്താണെന്ന് ഇവരെ പഠിപ്പിക്കണം. അവരെ പഠിപ്പിക്കാൻ പത്രപരസ്യം കൊടുക്കണം, അവർക്ക് നല്ല പരിശീലനം കൊടുക്കണം ആളുകൾക്ക്, എന്നിട്ട് ഈ ഗ്യാരണ്ടി നടപ്പിലാക്കണം. അതിനുള്ള ശ്രമം സംസ്ഥാന ജില്ലാടിസ്ഥാനത്തിൽ നടക്കട്ടെ. അതുപോലെ സോഷ്യൽ ആഡിറ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് കേരളത്തിൽ, അവർക്കുമുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ റോൾ, ഒരു അവയർനെസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിൽ. അപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഒരു ST വിഭാഗത്തിൽപ്പെട്ട വനിതകൾ 369 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് അവർക്ക് ജോലി കിട്ടാതിരിക്കുമ്പോൾ അവർ വിവരാവകാശം കൊടുക്കണോ? അവരെന്താ ചെയ്യേണ്ടത്? അവർ പരാതി പറയണോ? അതിനാണ് അവിടെ SC പ്രൊമോട്ടർ, ST പ്രൊമോട്ടർ, മറ്റുള്ള പഞ്ചായത്ത് മെമ്പർ ഒരുപാട് പേരുണ്ട്, എല്ലാവരും ഉണ്ട്. കാര്യം ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല, വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ ഒരു പഞ്ചായത്ത് പറഞ്ഞതല്ല, ആലപ്പുഴ ജില്ലയിലെ ഈ അരീപ്പറമ്പ് പഞ്ചായത്ത് പറയാൻ കാരണം, ഒരു കോസ്റ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ ചേർത്തലയ്ക്ക് അടുത്തുള്ള ഒരു പഞ്ചായത്തിലും ഊരുമൂപ്പന്മാരുണ്ടെന്നും ഊരുകൂട്ടമുണ്ടെന്നും അറിയാൻ വേണ്ടിയാണ്, നമ്മളെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ എത്ര കോടി രൂപയാണ് കൊടുക്കാനുണ്ടാവുക? ആരാണ് പ്രതി? കേന്ദ്ര ഗവൺമെൻറ്റാണ് പ്രതിയെങ്കിൽ അടിയന്തരമായിട്ട് ആ പൈസ മേടിക്കണം. രാജീവ് ചന്ദ്രശേഖർ കൂടി ശ്രദ്ധിക്കണം. അല്ല, കേരളമാണ് എൻ്റെ പ്രതിയെങ്കിൽ അടിയന്തരമായിട്ട് മിഷൻ അതിനകത്ത് ശ്രദ്ധിക്കണം, മന്ത്രി MP രാജേഷ് ശ്രദ്ധിക്കണം. ഇനി താഴെയോട്ടുള്ള ഫ്ലോയിലാണ് പ്രശ്നമെങ്കിൽ ദയവായി ഉദ്യോഗസ്ഥ സംവിധാനം ശ്രദ്ധിക്കണം. എന്തായാലും താമസിച്ചു കൊടുക്കുന്ന അന്നം പട്ടിണി മാറ്റില്ല. ഉച്ചയ്ക്ക് കരയുമ്പോൾ, ഉച്ചയ്ക്ക് കഞ്ഞിക്ക് കരയുന്ന ആളിന് രാത്രി ബിരിയാണി കൊടുത്താൽ അസുഖം വരികയുള്ളൂ. ബിരിയാണി കിട്ടിയിട്ടും കാര്യമില്ല, അസുഖം കൂടുതൽ വരികയുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് ബിരിയാണി കൊടുത്തിട്ട് കാര്യമില്ല. ഇന്നത്തെ കളി ഇന്ന് കളിക്കണം, ഇന്ന് കിട്ടേണ്ട ഫുഡ് ഇന്ന് കിട്ടണം. അതവരുടെ അവകാശമാണ്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ അവകാശമാണ്. അതിന് ഇന്ത്യയിലെ കേരളത്തിലെ ഓരോ തൊഴിലുറപ്പ് തൊഴിലാളിയും അർഹരാണ്. ഞാനിത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പല ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഇത് ചെയ്യാമോ വീഡിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, കുറച്ച് ആളുകളുടെ മാത്രം വിവരം എടുത്തുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ഒരു കാര്യം പറയുന്നു, വളരെ ശക്തമായി പറയുന്നു, എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും, എന്തെല്ലാം ഭീഷണികൾ വന്നാലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ തുറന്നു വിട്ടൊരു ഭൂതമുണ്ട്. അത് മനഃപൂർവ്വം ചെയ്തതല്ല, ബോധപൂർവമല്ല, പക്ഷേ ഇങ്ങനെ ഒരു ഇവാലുവേഷൻ്റെ ഭാഗമായി വന്ന വീഡിയോസാണ്. എന്തായാലും ഇനിയൊരു കാര്യം ഞാൻ ഉറപ്പ് വരുന്നു, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നു, ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളും ഇത് കാണണം, തൊഴിലുറപ്പുകാരും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ രാജ്യത്ത് SC ST വിഭാഗത്തിലെയും സാധാരണ വിഭാഗത്തിലെയും ഏത് മതത്തിലും ജാതിയിലും പെട്ടവരായാലും വളരെ സാധാരണ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അന്നം വാങ്ങാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾ 369 രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് അത് പിച്ചക്കാശ് പോലെ കാത്തിരിക്കേണ്ടി വരുന്നത് ഒരു ജനതയുടെ ഗതികേടാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഉണ്ടാകും.